അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തെന്ന് വെച്ചാൽ അമ്പലത്തിൽ പോകുന്ന കേട്ടോ. വയനാട്ടുകാർക്ക് എന്നല്ല, പുറത്തുള്ള എല്ലാവർക്കും സുപരിചിതമായ ഒരു അമ്പലത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്, നമ്മുടെ വെള്ളൂർക്കാവിലേക്ക്. തൊട്ടടുത്ത് അമ്പലം ഉണ്ടെങ്കിലും അവിടേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ദൈവം കൂടി മനസ്സ് വെക്കണം എന്ന് പറയുന്നത് ശരി തന്നെയാണ്. വെള്ളൂർക്കാവിലേക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷേ പറഞ്ഞിട്ടെന്താ കാര്യം, തൊഴാനിപ്പോൾ ഞാൻ പോകുന്നത് 2ാമത്തെ വട്ടമാണ്. കഴിഞ്ഞ കൊല്ലത്തെ ഉത്സവത്തിന് 2-3 വട്ടം അമ്പലത്തിൽ പോയെങ്കിലും തൊഴാൻ കഴിഞ്ഞില്ല. ഫുഡും കഴിച്ച് തിരിച്ചു വരികയാണ് ചെയ്തത്. പിന്നെ എല്ലാവർക്കും തന്നെ അറിയാലോ, ഉത്സവം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളൂർക്കാവുള്ള തിരക്ക്. ഈ വീഡിയോ 3 ദിവസം മുന്നത്തെ ആട്ടോ. എനിക്കൊട്ടും മടിയില്ലാത്തതുകൊണ്ട് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ വൈകിയതാണ്. ഇപ്പം തന്നെ കണ്ടില്ലേ കാവിലെ ഗ്രൗണ്ടിലുള്ള ഒരുക്കങ്ങൾ. കഴിഞ്ഞ കൊല്ലത്തെ പോലെ ഈ വർഷം എനിക്ക് 2-3 വട്ടമൊക്കെ കാവിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നേ ഇല്ല. എന്നാലും നടന്നാലും ഒക്കെ പെട്ടെന്ന് തന്നെ എൻ്റെ കാല് നീര് വെക്കുന്ന പ്രശ്നം എനിക്കുള്ളത് കൊണ്ടാണ്. പിന്നെ ഞങ്ങൾ കാവിൽ പോയി തൊഴുതിറങ്ങിയിട്ടോ. അടുത്ത എൻ്റെ ലക്ഷ്യം ദോശയും സാമ്പാറും കഴിക്കാനാട്ടോ. എന്താണെന്നറിയില്ല, 2 ദിവസമായിട്ട് ദോശയും സാമ്പാറും കഴിക്കാൻ എനിക്ക് ഭയങ്കര പൂതിയായിരുന്നു. ദോശയും സാമ്പാറും അന്വേഷിച്ച് കയറിയ കടയിലാണെങ്കിൽ ദോശയും സാമ്പാറും ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ടും താനും. ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ, ഞാൻ വെള്ളയപ്പവും ഇസ്റ്റുകറിയിൽ ഒപ്പിച്ചു. ഏട്ടനാണെങ്കിൽ ചായയും സമൂസയും. ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ചായയും കുടിച്ചിറങ്ങി. കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം ഏട്ടന് പണിക്ക് പോകാൻ. 2 കോപ്പിക്കോയും വാങ്ങിയിരുന്നു കേട്ടോ. എനിക്ക് വെള്ളയപ്പം വലിയ ഇഷ്ടമായില്ല. ചെറിയൊരു പുളി കാരണം എനിക്കത് കഴിക്കാനേ തോന്നിയില്ല. പിന്നെ വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ളതുകൊണ്ട് തന്നെ കേട്ടോ ഞാൻ മിഠായി വാങ്ങിയതും. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയി. പെട്ടെന്ന് പോകാൻ തന്നെ ഒരു കാരണമുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് ഡേ ആയിട്ട് 8 മണിക്ക് ശേഷം കേട്ടോ ഏട്ടൻ സൈറ്റിലെത്തുന്നത്. മുതലാളി ഒരു ഭാവമായതുകൊണ്ട് ഞങ്ങളങ്ങനെ ജീവിച്ചു പോകുന്നു. വീട്ടിലെത്തിയപാടെ വണ്ടി നിർത്തിയിട്ട് ആളൊരു ഓട്ടം. സാധാരണ ബാത്റൂമിലേക്ക് പോകാനാണ് അങ്ങനെ. പക്ഷേ ഇന്ന് അതല്ല കാര്യം. ഇന്ന് പണി ഡ്രസ്സ് ഇടാൻ വേണ്ടിയായിരുന്നു. 8 മണിക്ക് സൈറ്റിൽ കാണുന്ന ആളെ 8:30 ആയപ്പോഴും കാണാത്തതുകൊണ്ടാട്ടോ ഇന്ന് മുതലാളി വിളിച്ചത്. പിന്നെ മൊത്തത്തിലൊരു തിരക്ക് പിടിച്ച ഓട്ടമായിരുന്നു. പിന്നെ വണ്ടി സ്റ്റാർട്ടാക്കുന്നതും കണ്ടു, ആൾ പോകുന്നതും കണ്ടു. അപ്പം ഇങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ടാറ്റാ.